ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മളുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ചോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ അത്രയും കംഫർട്ടബിളായിട്ട് അത്രയും ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവാം. പക്ഷെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതായിരിക്കില്ല. എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള കുറവും കൂടുതലും ഒക്കെ ഉണ്ടാവും. എല്ലാം നമുക്ക് സോൾവ് ചെയ്ത് എല്ലാം ഒത്തുവരുന്ന രീതിയിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ്. ഉള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും ഉള്ള അവൈലബിലിറ്റിയും അനുസരിച്ച് ചെയ്യാൻ പറ്റുകയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ഒരു ചായ കുടിക്കാൻ പോലും ആൾക്കാരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ സിറ്റുവേഷൻ വേണമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര തോൽവി തന്നെയാണ്. എനിക്കെന്ത് ചെയ്യാൻ തോന്നുന്നോ അത് എന്നെക്കൊണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ വലിയ പണ്ട് തൊട്ടേ ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം. ഇപ്പോൾ അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. നിങ്ങളും ചെറിയ ചെറിയ സ്റ്റെപ്പെങ്കിലും എടുക്കാൻ നോക്കുക. കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റയ്ക്കൊരു ചായ കുടിക്കുന്നത് ഒരു വലിയ ഡീലല്ല എന്ന് മനസ്സിലാക്കാൻ എനിക്കും കുറേ സമയമെടുത്തു. നിങ്ങൾക്കും അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മാറി ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഉള്ളിൽ തട്ടിയ ഒരു കാര്യം തന്നെയാണ്. എത്രയൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ അത് ഭയങ്കര നഷ്ടം തന്നെയാണ്. രണ്ടും ബാലൻസ് ആക്കിയിട്ട് തന്നെ കൊണ്ടുപോകാൻ നോക്കുക എന്നുള്ളതാണ്. ഒന്നും നമുക്ക് എപ്പോഴും എല്ലാ സമയത്തും ഒരുപോലെ കിട്ടിക്കൊള്ളണം എന്നില്ല.